ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലേക്ക് ആർദ്രമായ സ്വാഗതം. 2-3 ദിവസമായിട്ട് ചെറിയ ചുമയും കോൾഡും ഒക്കെ ആയിട്ട് റെസ്റ്റിലാണ്. ഓക്കെ, എനിവേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് 1-2 കാര്യങ്ങൾ, 1-2 ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അതായത് ഇങ്ങനെയെല്ലാം എന്നെപ്പോലുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക്, പേഷ്യൻസ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്നെ തന്നെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം വെറുതെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അതിപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നൊന്നുമില്ല. എങ്കിലും ഇങ്ങനെയെല്ലാം നമുക്ക് ഓരോരുത്തർക്കും, രോഗമുള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും അവരവരുടെ കാര്യങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് വേണമെങ്കിൽ ചെയ്യാം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആണ് ഞാൻ ഈ കാര്യം ഒരു വീഡിയോ ഇട്ട് തന്നെ ചെയ്യാമെന്ന് ചോദിച്ചത്. കഴിഞ്ഞ ഈസ്റ്റർ ദിനങ്ങളിലും ഓശന ഞായറാഴ്ച മുതൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ ഈസ്റ്ററിൻ്റെ ദിനത്തിലാണ് അത് കംപ്ലീറ്റ് ആയത്. ചെറിയ കാര്യമാണ്, ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയും. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റിന് മുമ്പിലുള്ള സ്ലാബാണ്. എൻ്റെ അടിവശം രണ്ടും സപ്പോർട്ടില്ലാതെ പോയിട്ട് സ്ലാബ് 2 ഇപ്പം കിടക്കുന്നത് വട്ടത്തിലാണ്. അത് നീളത്തിലാക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സ്ലാബ് വാർത്തിടുന്നതാണ്. അതിനുവേണ്ടി കമ്പിയെല്ലാം മേടിക്കുന്നു വന്നിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ മാറ്റെല്ലാം ഉണ്ടാക്കി അത് താഴെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ബോർഡൊക്കെ കൂട്ടി വെച്ച് ഒരു കോൺക്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. എങ്കിൽ മാത്രമേ 2 സ്ലാബ് വട്ടം കിടക്കുന്ന നീളം ഇടുമ്പോൾ ഏകദേശം 1 അടി ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്ലാബ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത് ഒരാഴ്ച മുമ്പ് ഞാനത് ഓശാന ഞായറാഴ്ചയാണ് ഞാൻ ഈ ചെയ്യുന്നത്. ആ സമയത്ത് ഇത് ഇങ്ങനെ കൂട്ടിയെടുത്തു. എന്നിട്ട് അവിടെ സൈഡിൽ കൂട്ടി അടിച്ച് വാർത്തയാണ് ചെയ്തത്. ഒരു 3-4 ദിവസം അതിൻ്റെ ക്യൂറിങ് ടൈം വേണമല്ലോ, വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല സ്റ്റിഫാക്കി. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല. റോട്ടിൽ കൂടെ പോണ വണ്ടികൾ സ്ലാബിൻ്റെ അടിയിൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടിട്ട് ഇനി കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ഏതെങ്കിലും വന്ന് ആ കാണയിൽ വീഴും. പിന്നെ ഞങ്ങൾക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിലാവും, വീണവർക്ക് വല്ല അപകടവും പറ്റും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത്. ചെയ്യണമെന്ന് വെച്ചാൽ അമ്മച്ചി വയ്യാതിരിക്കണ കാരണം എപ്പോൾ നോക്കിയാലും ഈ വണ്ടി വീണ ഒച്ച കേൾക്കുക. സ്ലാബിൻ്റെ അടി സപ്പോർട്ടില്ലാത്ത കാരണം ഭയങ്കര ഒച്ചയാണ്. അപ്പം അമ്മച്ചി വന്ന് ഇങ്ങനെ നോക്കും. അമ്മച്ചിക്ക് എപ്പോഴും ടെൻഷനാണ്. എന്നിട്ട് ഈ പുറത്തത്തെ കാണട അവിടെയുള്ള ഇതെല്ലാം ഞാൻ അടിയിൽ സപ്പോർട്ടൊന്നും ഇല്ല. അതുകൊണ്ട് അത് അവിടെയൊക്കെ ഞാൻ ഒരുപാട് സപ്പോർട്ടൊക്കെ വെച്ച് ഒരു സ്ലാബ് ഞാൻ ലിൻ്റെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനത് ഒരെണ്ണം എടുത്ത് നേരെ വെച്ചു. ഇനിയിപ്പോൾ 2ാമത്തെ സ്ലാബാണ്. ഇതെല്ലാം വട്ടം കിടന്നച്ചാണ്. അതിനെ ഞാൻ നീളത്തിലാക്കിയിട്ടിട്ട് ഗ്യാപ്പൊക്കെ പിന്നെ അവസാനം നമുക്ക് കോൺക്രീറ്റ് ഫില്ല് ചെയ്യാം. അതിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു. അത് ഞാൻ പതുക്കെ നികത്തി അപ്പുറത്ത് കിടക്കുന്ന കുറേ മെറ്റീരിയലൊക്കെ പഴയത് എടുത്തിട്ട് ആ റോഡിൽ ഫില്ല് ചെയ്ത് അവിടെ നിന്ന് വണ്ടി ആ കുഴിയുള്ള കാരണം ആ സൈഡിൽ കൂടെ പോണ വണ്ടികളൊക്കെ ഈ കുഴി മാറി സഞ്ചരിക്കണം കൊണ്ടിട്ട് ഞങ്ങളുടെ ഈ സ്ലാബിൻ്റെ മുകളിൽ കൂടെ വരിക. അപ്പോൾ ധാരാളം വണ്ടികളിങ്ങനെ വന്ന് ആകെ പ്രോബ്ലമാണ്. സ്ലാബ് ഒരെണ്ണം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടിയൊക്കെ പിന്നെ പോക്ക് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇരുന്ന സമയത്ത് ഒന്ന് ചെയ്യാം. പക്ഷേ രാത്രിയാണ് ഈ പണിയൊക്കെ ഞാൻ ചെയ്യണത്. അതായത് അത്രയ്ക്കുണ്ട് വാഹനങ്ങളുടെ തിരക്ക്. 12 മണി കഴിഞ്ഞ് ഞാൻ 12 മണി തൊട്ട് ഏകദേശം ഒരു 4 മണി വരെയൊക്കെയാണ് ഈ പണി ചെയ്യണത്. എങ്കിലും വാഹനങ്ങളിങ്ങനെ സൈഡിൽ കൂടെ ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലാതെ നമുക്ക് ആൾക്കാരെ നിർത്തി ചെയ്യിക്കാനോ അങ്ങനെയൊന്നും എല്ലാവരും ഇപ്പോൾ അതിനൊക്കെ പണിക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഒരു സ്ലാബ് ഞാൻ എടുത്തതാണ്. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി നേരെ സ്ലാബ് കാണയിൽ വീണുപോയി. അത് ഞാൻ എടുക്കാൻ പറ്റ പാട്. ഞാൻ അതിൻ്റെ കണക്കൂട്ടലിൽ ഉണ്ടായിരുന്നില്ല. അത് സ്ലിപ്പായി കാണയിലേക്ക് പോയതാണ്. പിന്നെ കാണയിൽ ഇറങ്ങി നിന്നിട്ട് ഞാനതെല്ലാം വലിച്ച് കയറ്റി. അത് കയറ്റണ ഭാഗം വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം വൈഫിൻ്റെ സഹായം കൂടെ വേണ്ടി വന്നു. പിന്നെ ഇതേപോലെ കമ്പി കൊണ്ടിട്ട് പാര കൊണ്ടിട്ട് കുത്തി ആണ് ഇതിനെയൊക്കെ അങ്ങാടും ഇങ്ങാടും വേറൊരു പൈപ്പും കൂടെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇട്ട് ഓടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ കയറ്റുക. നല്ല സ്ട്രെയിനുള്ള വർക്കാണ്. പക്ഷേ ഇതെനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യണത്. ഇത് കണ്ട വാഹനങ്ങൾ പോകണ കണ്ട. ഞാനിരുന്ന് വെച്ചാൽ ഒരു 2 പാട്ട 2 സൈഡിൽ ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായി. ഒരു പാട്ടയുടെ മുകളിൽ കൂടെ വാഹനം ഒരു കാറ് വന്ന് കയറി. എൻ്റെ പുറകിൽ വെച്ചാണ് അത്. അതില്ലായിരുന്നെങ്കിൽ എൻ്റെ അകത്ത് കയറിപ്പോയത്. ഈ ഇരിക്കണ പാട്ട അത് ചളങ്ങിപ്പോയി. ഞാനത് നിവൃത്തിയെടുത്താണ്. ഇടിച്ചങ്ങ് ചളക്കിയവർ കയറി. അതാണ് അവസ്ഥ അവിടെ. ഇത്ര പാതിരയാണെങ്കിലും വാഹനങ്ങളിങ്ങനെ ഒറ്റയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കാരണം അവിടെ മെട്രോ എല്ലാം പണിയുന്നുണ്ടേ വാഹനങ്ങളെല്ലാം ഡൈവേർട്ട് ചെയ്ത് വരണതാണ്. ഇത് ഞാൻ വാർത്തിട്ട സ്ലാബാണേ. അത് ഞാൻ ആ സൈഡിൽ നിന്ന് ഞങ്ങളുടെ സ്കൂട്ടർ പോർച്ചിൻ്റെ അവിടെ നിന്ന് ഞാൻ ഉരുട്ടിക്കൊണ്ടുവന്നിട്ട് ആ 2 സ്ലാബ് കഴിയുമ്പോൾ ഒരു ചെറിയൊരു വിടവുണ്ടാവും.
ആ 2 സ്ലാബുകൾ വട്ടമുള്ളത് നീളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഏകദേശം 1 അടിയുടെയാണ്. അപ്പോൾ ആ 1 അടിയുടെ സ്ലാബ് വെച്ചിട്ടാണ് ഞാൻ ആ ഉണ്ടാകുന്ന ആ വിടവ് അടക്കാൻ ശ്രമിക്കുന്നത്. കാരണം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ ഗ്യാപ്പിലൂടെ വണ്ടിയുടെ ടയർ ചിലപ്പോൾ വന്നങ്ങോട്ട് അകത്തേക്ക് പോകാൻ സാധ്യതയുള്ള ആൾക്കാരും വന്ന് വീഴും. ആൾക്കാരുടെ കാലെല്ലാം ഇടയിൽ പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് നേരത്തെ തന്നെ സ്ലാബെല്ലാം വാർത്തിട്ടിട്ട് ഏകദേശം പഴയ സ്ലാബുകളൊക്കെ താഴത്തും പൊങ്ങിയൊക്കെ ഇരിക്കുന്നത്. അതെല്ലാം ഒരു കണക്കിന് ഞാൻ ഗ്യാപ്പൊക്കെ ഞാൻ ഫില്ല് ചെയ്തെടുത്താൽ മതി. കാരണം സ്ലാബുകളൊക്കെ വാർത്തിട്ടേക്കണതൊക്കെ പലതും പല ടൈപ്പൊക്കെയാണ്. ഇപ്പം ഞാൻ വാർത്തയിലും വ്യത്യാസമുണ്ട്. ഞാൻ വാർത്തയിലും ഒരു 2 ഇഞ്ച് കൂടുതലാണ് റോട്ടിലേക്ക് തള്ളി നിൽക്കുകയാണ്. പക്ഷെ അതൊക്കെ എനിക്ക് ഞങ്ങളുടെ ഭിത്തിയിലോട്ട് ചേർക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് ചേർക്കാൻ പറ്റാത്ത ഭിത്തി ഉള്ളതുകൊണ്ട് പറ്റില്ല. നമ്മളുടെ മതിലുള്ള കാരണം ഞങ്ങൾ മുകളിലേക്ക് കയറുന്നില്ല. എങ്കിലും പുറത്ത് കോൺക്രീറ്റ് ഇട്ട് ഗ്യാപ്പുകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അടച്ചില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇത് ഷെയ്ക്കായി കഴിഞ്ഞാൽ വീണ്ടും അടിവശം പോവും വണ്ടി കയറി ഇറങ്ങി കഴിയുമ്പോഴേ. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ ആക്കിയെടുത്ത് അത് പിന്നെ 2ാമത്തെ ദിവസമാണ് പ്ലാസ്റ്റിക് മുഴുവനാക്കി സൈഡെല്ലാം പരിക്കാനായിട്ട് ഫിനിഷ് ചെയ്തപ്പോൾ ഇങ്ങനെയുണ്ട്. കാരണം സുഖമായിട്ട് നമ്മുടെ വണ്ടി പുറത്തോട്ട് ഇറക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.